ഭൂരിഭാഗം ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിലുമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ ഫോട്ടോസ്. അതിനകത്ത് മികച്ചൊരു ഫോട്ടോ എഡിറ്റർ കൂടി ഉണ്ടെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. FTM ക്രിയേഷനിലെ ഫൈസൽ ഭായി തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതേ ഫോട്ടോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നല്ലൊരു വീഡിയോ എഡിറ്റർ കൂടിയാണെന്ന് പലർക്കും അറിയില്ല. അങ്ങനെ ഗൂഗിൾ ഫോട്ടോസിനകത്തുള്ള മികച്ച വീഡിയോ എഡിറ്റിംഗ് ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്ക് വീഡിയോ സ്റ്റെബിലൈസ് ചെയ്യാം, എൻഹാൻസ് ചെയ്യാം, അതുപോലെ തന്നെ ഒരുപാട് ഫിൽറ്റേഴ്സും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് വീഡിയോയിൽ കാണാം. ഞാനാദ്യം എൻ്റെ ഫോണിലെ ഫോട്ടോസ് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ആപ്ലിക്കേഷൻ ഫോണിലില്ലാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിൾ ഫോട്ടോസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ലോഗോ ഉള്ള ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഫോട്ടോയും വീഡിയോയും ഒക്കെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇനി ഇതിനകത്ത് നിന്ന് ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ആ വീഡിയോ ഓപ്പൺ ചെയ്യുകയാണ്. വീഡിയോ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കിവിടെ എഡിറ്റ് ഓപ്ഷൻ കാണാം. പലർക്കും ഈ ഓപ്ഷൻ അറിയുണ്ടാവും, ചിലരത് ശ്രദ്ധിച്ചിട്ടില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എഡിറ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം സ്റ്റെബിലൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇത് എന്താണെന്ന് ഞാൻ ജസ്റ്റ് 2 വീഡിയോയുടെ എക്സാമ്പിൾ കാണിച്ചു തരാം. കയ്യിൽ മൊബൈൽ ഫോൺ വെച്ച് ഇതുപോലെ നടന്ന് വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ വാഹനത്തിലൊക്കെ സഞ്ചരിച്ച് നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ എടുത്ത് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഇതുപോലെ ജെർക്ക് ചെയ്യും. ആ ജെർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോയും ഇതുപോലെ ഷെയ്ക്കാവും. ഓക്കെ, അപ്പോൾ ഇതിനെ തരണം ചെയ്യാനാണ് നമ്മൾ സ്റ്റെബിലൈസ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ജസ്റ്റ് സ്റ്റെബിലൈസ് ഉപയോഗിച്ച ഒരു വീഡിയോ കാണിച്ചു തരാം എക്സാമ്പിളായിട്ട്. സ്റ്റെബിലൈസ് നമ്മൾ ഓണാക്കുകയാണെങ്കിൽ അല്പം ഫോക്കസ് ആവുമെങ്കിലും വീഡിയോ നമുക്ക് ആ കൈ ജെർക്ക് ചെയ്താലും നമ്മൾ മുകളിലോട്ടും താഴോട്ട് ചെയ്താലും എങ്ങനെ ആംഗിൾ ചെയ്താലും നമുക്ക് വീഡിയോ അല്പം സ്മൂത്തായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം ഇതാണ്. അല്പം ഫോക്കസ് ആവും വീഡിയോ, അതിനനുസരിച്ച് നമ്മൾ വീഡിയോ എടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്റ്റെബിലൈസ് ചെയ്യുന്നത് കൊണ്ട് വീഡിയോ ഉപകാരപ്പെടുകയുള്ളൂ. ഓക്കെ, ഇതുപോലെയുള്ള വീഡിയോകളുടെ അനക്കം നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ സ്റ്റെബിലൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. രണ്ടാമതായി നിങ്ങൾക്ക് ഇതിൽ എൻഹാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം വീഡിയോയുടെ മാറ്റം നിങ്ങൾക്ക് കാണാം. എത്രത്തോളം വീഡിയോ വൃത്തിയാകുന്നുണ്ടെന്ന് കാണാം. അതായത് എൻഹാൻസിങ് ഓപ്ഷനും ഇതിനകത്തുണ്ട്. മൂന്നാമതായി നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സ്പോർട്ട് ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോ പകർത്തില്ലേ, ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ വേർതിരിച്ചെടുക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണിത്. അതായത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഈ വീഡിയോയിലെ ഏതു ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത്, ഇത് പ്ലേ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഞാൻ പ്ലേ ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഓഡിയോ കൂടി എൻ്റെ ഓഡിയോയിൽ മിക്സ് ആവും. ഓക്കെ, ജസ്റ്റ് ഏത് ഫ്രെയിമാണ് നിങ്ങൾക്ക് വേണ്ടത് വീഡിയോയിൽ ഇതുപോലെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നൊരു ഫ്രെയിം എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ എക്സ്പോർട്ട് ഫ്രെയിം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാ ആ ഒരു ഫോട്ടോ എനിക്ക് ഗാലറിയിലേക്ക് സേവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് വീഡിയോക്കകത്ത് നിന്ന് ഫോട്ടോ ആക്കിയെടുക്കാൻ ഈ ഓപ്ഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. പിന്നെ മൂന്നാമതായി സ്പീഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്കറിയാലോ, വീഡിയോ സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷനാണ്. പിന്നെ അവസാനം നമുക്ക് വീഡിയോ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇനി താഴെ നിങ്ങൾക്ക് പ്രീസെറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട് കട്ട് ചെയ്യേണ്ട ഓപ്ഷന്, അതുപോലെ തന്നെ സ്ലോ മോഷൻ ചെയ്യേണ്ട ഓപ്ഷന്, സൂം ചെയ്യേണ്ട ഓപ്ഷന്, പിന്നെ ട്രാക്ക് ചെയ്യേണ്ട ഓപ്ഷൻ. ഓക്കെ, നമ്മുടെ ഫേസ് ട്രാക്ക് ചെയ്യുന്ന ഓപ്ഷനാണത്. ഓക്കെ, ഇതൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല കാരണം വീഡിയോ ഒരുപാട് നീണ്ടുപോകും. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ നോക്കാവുന്നതാണ്. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇവിടെ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഏത് ആംഗിളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ക്രോപ്പ് അല്ല, ആ വീഡിയോയുടെ ലെവലേ മാറുന്നുണ്ട്, കണ്ടോ? ഇത് പല ഘട്ടങ്ങളിലും ആവശ്യപ്പെടും. ഞാൻ എന്തിനാണെന്ന് പ്രത്യേകമായിട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, പല രീതിയിൽ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്തെടുക്കാനും റൊട്ടേറ്റ് ചെയ്യാനും വീഡിയോ ഫ്രെയിമിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാനും അങ്ങനെ നിരവധി ഓപ്ഷൻ അതിനകത്തുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇതിനകത്ത് നിങ്ങൾക്ക് ബ്രൈറ്റ്നെസ്, കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ സ്കിൻ ടോണിൻ്റെ കളർ ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷൻ പോലും ഇതിനകത്തുണ്ട്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ കളർ ചെയ്യേണ്ടത്, അതുപോലെ പല ഫീച്ചേഴ്സ് ഇതിനകത്ത് മാത്രം നിങ്ങൾക്കുണ്ട്. പക്ഷേ എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ഷാഡോ, ഹൈലൈറ്റ്, അങ്ങനെ പല ഓപ്ഷൻ ഈ ഒരൊറ്റ ഓപ്ഷനകത്ത് മാത്രമുണ്ട്.
അതുപോലെ തന്നെ അവസാനമായിട്ട് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വീഡിയോയിൽ പല തരത്തിലുള്ള എഫക്റ്റുകൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, അതിനനുസരിച്ച് നമ്മുടെ വീഡിയോ, ഇതിപ്പോൾ ഒരു നോർമൽ ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങളുടെ ഔട്ട്സൈഡിൽ നിന്ന് എടുക്കുന്ന വീഡിയോ അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എഫക്റ്റ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ് ഉണ്ട്, പല രീതിയിലുള്ള ഫിൽറ്റേഴ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോന് ആവശ്യമായ ഫിൽറ്റർ ഇതിനകത്ത് നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ മാർക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമുക്ക് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് വേണ്ടുന്ന ഭാഗങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ സാധാരണ പോലെ ടെക്സ്റ്റ് ഓപ്ഷൻ, നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ചേർക്കണമെങ്കിൽ അത് പല കളറിലും, മലയാളവും സപ്പോർട്ടാണ് കേട്ടോ. അങ്ങനെ ടെക്സ്റ്റ് ഓപ്ഷൻ ഇതിനകത്തുണ്ട്. അങ്ങനെ പലവിധ വീഡിയോ എഡിറ്റിംഗ് ഓപ്ഷൻ നമ്മുടെ ഗൂഗിളിൻ്റെ ഫോട്ടോസിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.